നമ്മുടെ ഇന്നത്തെ ഒരു നൊയ്ബിയാണ്. ചെറിയ നൊയ്ബിയാണ് ഇരിക്കുന്ന കണക്കിന്. ഇന്ന് കണ്ടില്ലേ, ഇതാണ് നൊയ്ബി എന്ന് പറഞ്ഞ സാധനം. കാണാം, പിന്നെ പല്ലിക്കോരയെന്ന് പറയും, മനസ്സിലായില്ലേ? ഇതാണ് സാധനം. നല്ല സോഫ്റ്റ് ഫിഷാണ്, ഒരു അഴുക്കൊന്നുമില്ലാത്ത മീനാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. ഇതിൽ മുള്ളെന്ന് പറയണത് നടുക്കൊരു മുള്ളുള്ളൂ, അത് പക്ഷേ സോഫ്റ്റാണ്, മനസ്സിലായില്ലേ? കറി വയ്ക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ അടിപൊളി മീനാണ്. ഇതിപ്പം വിപണിയിൽ കിലോയ്ക്ക് 3 കടിക്ക് വിലയുണ്ട്. 3 കടി എന്ന് വെച്ചാൽ ഏകദേശം ഇന്ത്യൻ മണി 1000 രൂപയോളം വിലയുണ്ട്. ഈ മീനെ പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. ഒരെണ്ണേ അടിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ഫിഷിങ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നല്ല വലിയ മീൻ കിട്ടിയാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്, ഞാൻ നിങ്ങളുടെ അനിലാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കുറച്ച് നാളായി ഞങ്ങൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ നാട്ടിലേക്ക് പോയിരുന്നത് കൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. ഓക്കെ, എനിവേ എന്തായാലും ഇനി വീഡിയോ ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് കുവൈറ്റിൻ്റെ സൗദിയുടെയും ബോർഡറായ കെയ്റാനിലേക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും ഈ കാണുന്നത് കടലാണെന്ന്. കടലല്ല, കെയ്റാൻ എന്ന് പറയുന്ന പുതിയ സിറ്റിയിലേക്ക് ഈ മെയിൻ കടലിൽ നിന്നും ഒരു കനാല് അവർ പുതിയതായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മെയിൻ കനാലിലാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഈ ഭാഗത്ത് ധാരാളം ഫ്രഷും വെറൈറ്റിയുമായിട്ടുള്ള മീനുകൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മുടെ കുഞ്ഞാലിക്ക് ഒരു ഫസ്കറും പിന്നെ നമ്മുടെ വാലിപ്പൊട്ട് എന്ന് പറയുന്ന ഫിഷ് പിന്നെ ഒരു ഫസ്കറും അടിച്ചിട്ടുണ്ട്. കുഞ്ഞാലി എങ്ങനെയുണ്ട്? സ്റ്റാർട്ട് ചെയ്യല്ലേ? അടിപൊളിയല്ലേ? തുടക്കം തന്നെ അടിപൊളിയാണ്. താണ്ടില്ലേ, ഫസ്കറിലാണ് തുടങ്ങിയിരിക്കണേ. അല്ലേ, അടിപൊളി മീനാണ് ഫസ്കർ. കണ്ടില്ലേ, നേരെ ഒന്ന് വെച്ച് എന്താ മീനാണ്. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. ഫസ്കർ ഇട്ടിട്ടുണ്ട്. ഒരു ഫസ്കർ എനിക്ക് തോന്നുന്നത് സീസൺ ആണെന്ന് തോന്നുന്നു അല്ലേ ഫസ്കറിന്റെ? അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ശരി, നമ്മുടെ കുഞ്ഞാലിക്ക് വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ആഹാ, അടിപൊളി ഞണ്ടാണല്ലോ കുഞ്ഞാലി. അടിപൊളി, അങ്ങോട്ട് മാറ്റി വെച്ച് എന്റെ നെഞ്ചത്ത് വയ്ക്കണേ. അടിപൊളി, എന്തോ വലിയ ഞണ്ട. ആലോചിച്ച് ഇളയി പോരുതേ, ഇളയി പോയി പിടിക്കാൻ പറ്റുന്നില്ലേ? എടുത്താ പിടിച്ചു. അങ്ങനെയാണ് കുഞ്ഞാലി. അടിപൊളിയല്ലേ? അടിപൊളി പൊളിച്ചില്ലേ? പൊളിച്ചു. സോം അടിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ സിൽവർ സോം എന്ന് പറയുന്നതിന് സിൽവർ സോം എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ അല്ലേ? സിൽവർ സോം. ഓക്കെ. അടുത്തൊരു സിൽവർ സോം അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി സിൽവറാണ്. നമ്മുടെ കുഞ്ഞാലിക്കാണ് അടിച്ചത്. തിരിച്ചടിച്ചു. ഓക്കെ, അടിപൊളിയായിട്ട് മീൻ അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല അല്ലേ? ഒരു 10, 200 ഗ്രാം വരും. എങ്ങനെയുണ്ട് കുഞ്ഞാലി? പൊളിയല്ലേ? നിർത്തി സോമാണ് അടിച്ചത്. അടിച്ചതാണ് നല്ലൊരു സിൽവർ സോം. കണ്ടില്ലേ, നല്ല അടിപൊളി മീനാണ്. അതിൻ്റെ ഫേസ് കണക്കിൻ്റെ ആ കണക്ക് വാ കണക്കിന് തന്നെ നല്ല അടിപൊളിയായിട്ട് എടുത്തില്ലേ? നല്ല ഫേസ്, നല്ല ഇതല്ലേ? കണ്ടില്ലേ, എന്താ സാധനം അല്ലേ? സൂപ്പർ മീൻ. എന്താ നല്ല അതിൻ്റെ ഇവിടുത്തെ കെയ്റാൻ്റെ മീനിൻ്റെ പ്രത്യേകതയാണ്, നല്ല ഫ്രഷാണ്. കണ്ടില്ലേ, നല്ല വൃത്തിയുള്ള മീനാണ്. അത്ര ഇവിടെ നല്ല ഇപ്പോഴും മണലാണ്, മനസ്സിലായി? ഇവിടെ അഴുക്കൊന്നും ഡേറ്റ് ചെയ്യുന്നുള്ള സ്ഥലമല്ല. നല്ല മീനൊക്കെ
ഫ്രൈ ചെയ്ത് കഴിക്കണം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളിയല്ലേ? പിടിച്ചോ നിറച്ച്, വേഗം നിറച്ച്. നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട്. 2 എണ്ണമാണ് അല്ലേ? ഒരു സോഫ്റ്റ് ഫിഷ് അടിപൊളി. അത് സോം ഫിഷ് സിൽവർ സോമാണ്. ഇത് ഗർഭിട. ഓക്കെ, ശരി. സമയം ഞണ്ട് ഇല്ല. സോമാണ് അടിച്ചത്, സിൽവർ സോം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത് നോക്കി അടിച്ച് മീൻ കണ്ടില്ലേ? ടൈം 6 മണിയായി. കണ്ടില്ലേ അടിച്ച? ഇതാണ് ശേരി എന്ന് പറയുന്ന മീൻ. അക്കായി നേരെ കണ്ടി. ഓക്കെ, ഇത് ശേരി മീനാണ്. ഇതിൻ്റെ താഴെ കിടക്കുന്നത് നമ്മുടെ വാലിപ്പട്ടൻ. ഇത് ശേരി. അടിപൊളിയല്ലേ? പൊളി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫിഷിങ് നിർത്താൻ പോവുകയാണ്. ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് സോം ഫിഷും, പിന്നീട് ഭാസ്കറും, പിന്നെ നമ്മൾ വാലിപ്പട്ടനും, അങ്ങനെയുള്ള മീനുകൾ മാത്രമാണ് ഇന്ന് കിട്ടിയത്. കണ്ടില്ലേ? ഭാസ്കറുണ്ട്, ഇതുണ്ട്, പിന്നെ 2 ഞണ്ടുണ്ട്. കണ്ടില്ലേ? നല്ല അടിപൊളി 2 ഞണ്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഫിഷിങ്ങിന് കിട്ടിയത്. അത് ഇപ്പോഴും ചത്തിട്ടില്ല. തണുപ്പ് തുടങ്ങി, അതുപോലെ വെള്ളം ഇറക്കായതുകൊണ്ട് ഇപ്പോൾ മീൻ അടിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മതിയാക്കി പോവുകയാണ്. ഇനി 1 അവറോളം നമ്മൾ ട്രാവൽ ചെയ്യാനുണ്ട്. നമ്മൾ റൂമിലെത്തണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം കേറാനിലാണ്. കേറാൻ എന്ന് പറയുന്നത് കുവൈറ്റും സൗദി ബോർഡറിൻ്റെ ആ ഭാഗമാണ്. മതിയാക്കി പോവുകയാണ്. നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത് വരാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഫ്രഷ് മീനാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. നല്ല അഴുക്കൊന്നും ഉള്ള ടൈപ്പല്ല. ഇത് കണ്ടില്ലേ? നല്ല ഫ്രഷ് മീനാണ്. ഫസ്കർ എല്ലാ മീനുണ്ട്. ഈ 2 ഞണ്ടും കൂടി തന്നെ 1/2 കിലോ വരുമെന്ന് തോന്നുന്നു അല്ലേ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തണുത്ത് വയ്യ. ഞാൻ ഇനി വണ്ടി ഓടിച്ച് പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തണം. അടുത്തൊരു പുതിയൊരു വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ കുഞ്ഞാലി നിർത്താം അല്ലേ? നിർത്താം. ഓക്കെ. അപ്പോൾ ബൈ. ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ. ഓക്കെ, താങ്ക് യു.